ഹരിയോ. ഭഗവാൻ നാരായണൻ ഗുരുവായൂരപ്പൻ ഭക്തൻ്റെ ദാസനാണ്. അപ്പോൾ ഈ ഭട്ടതിരിപ്പാടും പൂന്താനും സമകാലീനരാണ്. ഇവർ രണ്ട് ആളും ഗുരുവായൂർ ഭജനത്തിന് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ പൂന്താനം പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞു. അയ്യോ, എന്താ പൂന്താനം ഈ പറയണത്? ഈ അമരപ്രഭു അല്ലേ, മരപ്രഭുവാണ്. എനിക്ക് അത്രയൊന്നും പാണ്ഡിത്യമില്ലല്ലോ, എൻ്റെ വായന അബദ്ധം വന്നാണ്, അത് ഭഗവാൻ ക്ഷമിച്ചോളും പറയും. അപ്പോൾ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് അശരീരിണ്ടായി, ഞാൻ മരപ്രഭുവാവും അമരപ്രഭുവാവും, ഞാൻ എല്ലാമാണ്. അതുകൊണ്ട് പൂന്താനം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല പറയും. ഈ എപ്പോഴും ഇയാൾക്ക് ഭട്ടതിരിപ്പാടിന് ഇയാളെ ഒരു താഴ്ത്തിക്കെട്ടലുണ്ട്. പല പ്രാവശ്യവും അങ്ങനെ ചെയ്തിട്ട് ഈ വാതരോഗം അധികമായിട്ടുണ്ട്. പിന്നെ അയാൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഭഗവാനെ എന്നോട് ക്ഷമിക്കണം, എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഭഗവാന്റെ മഹിമ എനിക്ക് അറിയാത്തതല്ല. പക്ഷേ അമരപ്രഭു എന്നാണല്ലോ പറയുക. ഞാൻ മരപ്രഭു ആവുമെന്ന് പറഞ്ഞു. അതാണ് ഗുരുവായൂരപ്പ മരപ്രഭുവിൻ്റെ ഈ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭഗവാൻ എല്ലാം ആണല്ലോ, നമ്മളിലൊക്കെയും എല്ലാ ചരാചരങ്ങളിലും ഭഗവാനുണ്ട്. ഉറുമ്പിലും ഈച്ചയിലും ആനയിലും മനുഷ്യരിലും ഏത് ജീവജാലങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ ഭഗവാനുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് മരപ്രഭു അമരപ്രഭു എന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഭഗവാൻ എന്നും പാവങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. മങ്ങാട്ടത്തിനായിട്ടും പല രൂപത്തിലും പൂന്താനത്തിന് ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഭഗവാനെ മുറുക്കെ പിടിക്കുക. ഭഗവാൻ നമ്മളെ കഷ്ടത്തിലാക്കില്ല. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ത് പരീക്ഷണങ്ങളും നാരായണ കൃഷ്ണ എന്ന് വിളിച്ചാൽ അപ്പം മൂപ്പര് ഓടി വരാതിരിക്കില്ല. അത് എൻ്റെ അനുഭവമാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക്, വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ കൂടെയുണ്ട്. നമുക്ക് ഭഗവാനെ മുറുകെ പിടിക്കുക. എല്ലാവരും വിശ്വാസത്തോടെ ജീവിക്കുക. ഹരിയോ.